മാർക്കോസ് അച്ചായൻ പറഞ്ഞു കേട്ടില്ലായിരുന്നോ വിനായകനെ കുറിച്ച്? അയാൾക്ക് വിദ്യാഭ്യാസവും ഇല്ല, ബോധവും ഇല്ല, ഗുണ്ടകളുടെ റോളൊക്കെ ചെയ്ത് സിനിമയില് കയറിക്കൂടി. ഓക്കെ, അങ്ങനെ കയറിക്കൂടിയ ആളാണ് വിനായകൻ എന്നാണ് മാർക്കോസ് അച്ചായൻ പറഞ്ഞത്. ഓക്കെ, ഈ മാർക്കോസ് അച്ചായൻ ഭയങ്കര രസമാണ്. യേശുദാസിനെ കുറിച്ച് ഈ വിനായകൻ എന്തോ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ മാർക്കോസ് അച്ചായന്റെ ഈ കമന്റ്. യേശുദാസേട്ടന്റെ പേര് തന്നെ അറിയാലോ, യേശുദാസേട്ടൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി യേശുവിന്റെ ദാസനായ ഒരു ഏട്ടനായതുകൊണ്ടാണല്ലോ യേശുദാസേട്ടൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കില്ലല്ലോ. പുള്ളിയുടെ ജീവിത ലക്ഷ്യം എന്ന് പുള്ളി പറഞ്ഞത് മറ്റേ ഗുരുവായൂര് എന്നിട്ട് അവിടെ ചെന്ന് പാടി മറ്റേ അമ്പലം തുറപ്പിച്ചിട്ട് പിന്നെ അമ്പലത്തിനകത്തൂടെ കയറി ഇറങ്ങി ഓടണമെന്നോ അതിനകത്ത് കയറി ഇരിക്കണമെന്നോ അമ്പലത്തിനകത്ത് ഇരിക്കണമെന്നോ അതാണൊക്കെ പറയേണ്ട പുള്ളി. അവിടെ കേട്ടില്ലാന്ന് ഹിന്ദുക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം യേശുദാസേട്ടൻ എന്ന് പേര് വെച്ചിട്ട് അങ്ങനെ എന്താ വെച്ചാൽ അവിടെ കേട്ടില്ല. അപ്പൊ അതങ്ങനെ പുള്ളിയുടെ ജീവിത ലക്ഷ്യം അതാണ് കേട്ടോ. ഇത് ഗുരുവായൂര് പാടി തുറപ്പിക്കണം, തുറപ്പിക്കോ അടപ്പിക്കോ എന്താ ചെയ്യണം പുള്ളിക്ക്. അപ്പൊ അതാണ് പുള്ളിയുടെ മെയിൻ ലൈഫിലെ തന്നെ ഒരു അജണ്ട. അപ്പൊ പുള്ളി ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചു, യേശുദാസ് എന്നുള്ള പേര്. അപ്പൊ യേശുവിന്റെ ദാസനായിട്ട് ജനിച്ചു, എന്നിട്ട് പുള്ളി ഹിന്ദു ആയിട്ട് അഭിനയിച്ച് ജീവിക്കുന്നു. ഓക്കെ, ഹിന്ദു ആയിട്ട് അഭിനയിച്ച് ജീവിക്കുന്നു. അതാണ് യേശുദാസേട്ടൻ. ഇനി മാർക്കോസ് അച്ചായനാണ് ഇതിനകത്ത് ഏറ്റവും രസം. മാർക്കോസ് അച്ചായൻ മറ്റേ മാർക്കോസായിട്ട് ജനിച്ചിട്ട് യേശുദാസായിട്ട് ജീവിക്കുന്നു. അയ്യോ, ഇതിനകത്ത് ഒരാളേ ഉള്ളൂ നോർമലായിട്ട്, അത് വിനായകനാ. വിനായകനായിട്ട് ജനിച്ചു, വിനായകനായിട്ട് ജീവിക്കുന്നു.